വചനവയൽ ഒരുക്കുന്ന 2025 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം വിശുദ്ധ ലൂക്ക 17 മുതൽ 24 വരെയും പ്രഭാഷകൻ 41 മുതൽ 50 വരെയും ന്യായാധിപന്മാർ 11 മുതൽ 21 വരെയും വിശുദ്ധ പൗലോസ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 1 മുതൽ 6 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. ഇന്നത്തെ പഠനഭാഗത്തിലെ ഒന്നാം ചോദ്യം: ഫിനെഹാസ് ഇസ്രായേലിന്റെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുകയും ചെയ്തത് എങ്ങനെ? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഹൃദയത്തിന് കർമ്മോന്മുഖമായ നന്മ കൊണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 2: സകല മനുഷ്യരും കേൾക്കെ യേശു ശിഷ്യരോട് പറഞ്ഞത് ആരെ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്നാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, നിയമജ്ഞരെ. ക്വസ്റ്റ്യൻ നമ്പർ 3: ദേവാലയത്തിലെ എന്താണ് നടുവേ കീറിയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, തിരശ്ശീല. ക്വസ്റ്റ്യൻ നമ്പർ 4: ആരോടെതിർത്ത് ഗിലെയാദുകാർ ജോർദാന്റെ കടവുകൾ പിടിച്ചെടുത്തു? ന്യായാധിപന്മാർ 12 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, എഫ്രൈംകാരോട്. ക്വസ്റ്റ്യൻ നമ്പർ 5: സഹോദരന്മാരായ ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് എതിരെ വീണ്ടും യുദ്ധത്തിന് പോകണമോ എന്ന് അവിടുത്തോട് ചോദിച്ചു. കർത്താവിന്റെ മറുപടി എന്ത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ചെല്ലുക എന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 6: ദാൻ ഗോത്രക്കാർ സോറായിൽ നിന്നും എസ്താവോലിൽ നിന്നും തങ്ങളുടെ ഗോത്രക്കാരായ കഴിവുറ്റ എത്ര പേര് ദേശമൊറ്റു നോക്കുന്നതിന് അയച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 5 പേർ. ക്വസ്റ്റ്യൻ നമ്പർ 7: ശവകുടീരങ്ങളിൽ നിന്ന് അവരുടെ അസ്ഥികൾ എന്ത് പ്രാപിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, നവജീവൻ. ക്വസ്റ്റ്യൻ നമ്പർ 8: ജഫ്ത ഇസ്രായേലിൽ 6 വർഷം ന്യായപാലനം നടത്തി. ഗിലെയാദുകാരനായ ജഫ്ത മരിച്ചു. സ്വന്തം പട്ടണമായ എവിടെ അടക്കപ്പെട്ടു? ന്യായാധിപന്മാർ 12 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഗിലെയാദിൽ. ക്വസ്റ്റ്യൻ നമ്പർ 9: ദേവാലയത്തെ സംരക്ഷിക്കുന്ന എന്തിനാണ് ശിമയോൻ അടിസ്ഥാനം ഇട്ടത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഉയർന്ന ഇരട്ട മതിലിന്. ക്വസ്റ്റ്യൻ നമ്പർ 10: ആരുടെ മുൻപിൽ സമ്മേളിക്കാത്ത ഗോത്രം ഏതെന്ന് ഇസ്രായേൽക്കാർ തിരക്കി? ന്യായാധിപന്മാർ 21 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കർത്താവിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 11: മരണമേ, ദരിദ്രനും ശക്തി ക്ഷയിച്ചവനും വൃദ്ധനും അല്ലൽ നിറഞ്ഞവനും സഹിഷ്ണുത നഷ്ടപ്പെട്ട് സദാ ഡാഷ് പ്രകടിപ്പിക്കുന്നവനും നിന്റെ വിധി എത്രയോ സ്വാഗതാർഹം. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നീരസം. ക്വസ്റ്റ്യൻ നമ്പർ 12: യേശു എവിടെ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു?
ശരിയായ ഉത്തരം ഓപ്ഷൻ എ ജെറിക്കോയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 13. ഇന്ന് ഈ ഭവനത്തിന് എന്ത് ലഭിച്ചിരിക്കുന്നു എന്നാണ് യേശു സക്കേവൂസിനോട് പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ രക്ഷ. ക്വസ്റ്റ്യൻ നമ്പർ 14. പീലാത്തോസ് പുരോഹിത പ്രമുഖന്മാരോടും ജനക്കൂട്ടത്തോടും പറഞ്ഞു, ഞാൻ ഈ മനുഷ്യനിൽ ഒരു ഡാഷ് കാണുന്നില്ല, പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ കുറ്റവും. ക്വസ്റ്റ്യൻ നമ്പർ 15. പാപികളുടെ സന്താനങ്ങളുടെ അവകാശം എന്ത് സംഭവിക്കും? പ്രഭാഷകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി നശിച്ചു പോകും. ക്വസ്റ്റ്യൻ നമ്പർ 16. എന്ത് 10, 100, 1000 വർഷം ആയിക്കൊള്ളട്ടെ? പ്രഭാഷകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആയുസ്. ക്വസ്റ്റ്യൻ നമ്പർ 17. കുറെ നാൾ കഴിഞ്ഞ് സാംസൺ എന്ത് വിളവെടുപ്പ് കാലത്ത് ഒരാട്ടിൻകുട്ടിയുമായി ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നു? ന്യായാധിപന്മാർ 15 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഗോതമ്പ്. ക്വസ്റ്റ്യൻ നമ്പർ 18. അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ച് ഡാഷ് തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തിക്കൊടുക്കുകയില്ലേ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ കരയുന്ന. ക്വസ്റ്റ്യൻ നമ്പർ 19. പരദൂഷണം ആവർത്തിക്കുന്നതിലും എന്ത് വെളിപ്പെടുത്തുന്നതിലും ലജ്ജിക്കുക? പ്രഭാഷകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി രഹസ്യം. ക്വസ്റ്റ്യൻ നമ്പർ 20. ഡാഷ് വേണ്ട പുല്ലും വൈക്കോലും ഈ ദാസനും ദാസിക്കും ഈ ചെറുപ്പക്കാരനും വേണ്ട അപ്പവും വീഞ്ഞും ഞങ്ങളുടെ കൈവശമുണ്ട്, ഒന്നിനും കുറവില്ല. ന്യായാധിപന്മാർ 19 പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ കഴുതകൾക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 21. നിങ്ങൾ പോയി മുന്തിരിത്തോട്ടത്തിൽ പതിയിരിക്കുവിൻ. ഷീലോയിലെ യുവതികൾ നൃത്തം ചെയ്യാൻ വരുന്നത് കാണുമ്പോൾ എന്ത് ചെയ്യണം? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഓരോരുത്തരും ഓരോ സ്ത്രീയെ പിടിച്ച് ഭാര്യയാക്കി ബെഞ്ചമിൻ ദേശത്തേക്ക് പോകുവിൻ. ക്വസ്റ്റ്യൻ നമ്പർ 22. ഞാൻ നിനക്ക് വർഷം തോറും 10 വെള്ളി നാണയവും വസ്ത്രവും ഭക്ഷണവും നൽകിക്കൊള്ളാം. ആര് ആരോട് പറഞ്ഞു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ മിക്ക ലേവ്യരോട് പറഞ്ഞു. ക്വസ്റ്റ്യൻ നമ്പർ 23. ഡാഷ് മലനാട്ടിൽ മിക്ക എന്നൊരാൾ ഉണ്ടായിരുന്നു. അവൻ അമ്മയോട് പറഞ്ഞു. ന്യായാധിപന്മാർ 17 പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ എഫ്രായിം. ക്വസ്റ്റ്യൻ നമ്പർ 24. താഴെ പറയുന്ന കാര്യങ്ങളിൽ നീ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് എന്ത് ചെയ്യുകയോ അരുത്. പ്രഭാഷകൻ 42 പറയുന്നത്. ശരിയായ ഉത്തരം
ഓപ്ഷൻ എ പാപം. ക്വസ്റ്റ്യൻ നമ്പർ 25. എന്താവർത്തിക്കുന്നതിലും രഹസ്യം വെളിപ്പെടുത്തുന്നതിലും ലജ്ജിക്കുക. പ്രഭാഷകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി പരദൂഷണം. ക്വസ്റ്റ്യൻ നമ്പർ 26. ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് എവിടെ തിരിക്കല്ല് കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി കഴുത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 27. നമ്മുടെ കർത്താവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും ഡാഷ് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി സമാധാനവും. ക്വസ്റ്റ്യൻ നമ്പർ 28. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ എവിടെ ഉണ്ടായിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി പട്ടണത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 29. ഇസ്രായേൽ ജനം വീണ്ടും ആരുടെ മുൻപിൽ തിന്മ ചെയ്തു. അവിടുന്ന് അവരെ 40 വർഷത്തേക്ക് ഫിലിസ്ത്യരുടെ കൈകളിൽ ഏൽപ്പിച്ചു. ന്യായാധിപന്മാർ 13 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ കർത്താവിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 30. അന്ന് അവർ ഡാഷ് ഞങ്ങളുടെ മേൽ വീഴുക എന്നും കുന്നുകളോട് ഞങ്ങളെ മൂടിക്കളയുക എന്നും പറയാൻ തുടങ്ങും. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ പർവ്വതങ്ങളോട്. ക്വസ്റ്റ്യൻ നമ്പർ 31. വിദഗ്ധമായി ചേർത്തൊരുക്കിയ സുഗന്ധക്കൂട്ട് പോലെ പരിമളപൂരിതമാണ് ആരുടെ സ്മരണ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ജോസിയ. ക്വസ്റ്റ്യൻ നമ്പർ 32. ലൂക്ക 18-ാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങൾ ഉണ്ട്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ 6. ക്വസ്റ്റ്യൻ നമ്പർ 33. എലയാസറിന്റെ മകൻ ആര്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി സീറാഖ്. ക്വസ്റ്റ്യൻ നമ്പർ 34. ദുഷ്ടരുടെ നാളുകളിൽ ജോസിയ എന്താണ് ബലപ്പെടുത്തിയത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ദൈവഭക്തി. ക്വസ്റ്റ്യൻ നമ്പർ 35. സത്കീർത്തിയിൽ ശ്രദ്ധാലുവായിരിക്കുക. എത്ര സ്വർണ്ണ നിക്ഷേപങ്ങളെക്കാൾ അത് അക്ഷയമാണ്. പ്രഭാഷകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 1000. ക്വസ്റ്റ്യൻ നമ്പർ 36. കാഴ്ച കാണാൻ കൂടിയിരുന്ന ആരാണ് ഇതെല്ലാം കണ്ട് മാറത്തടിച്ചുകൊണ്ട് തിരിച്ചു പോയത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ജനക്കൂട്ടം. ക്വസ്റ്റ്യൻ നമ്പർ 37. മ്ലേച്ഛതയും വ്യർത്ഥഭാഷണവും ഡാഷ് നമുക്ക് യോജിച്ചതല്ല. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ചാബല്യവും. ക്വസ്റ്റ്യൻ നമ്പർ 38. ആരുടെ സ്മരണ അനുഗ്രഹീതമായിരിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ ന്യായാധിപന്മാരുടെ.
ക്വസ്റ്റ്യൻ നമ്പർ 39. ചന്ദ്രനെ നോക്കി നിർണയിക്കുന്നത് ഏത് ദിനങ്ങളാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ഉത്സവ ദിനങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 40. വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ എവിടെ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഹൃദയങ്ങളിൽ. ക്വസ്റ്റ്യൻ നമ്പർ 41. പൊടിയിൽ നിന്ന് വന്നവൻ പൊടിയിലേക്ക് മടങ്ങുന്നു, എന്തില്ലാത്തവന് ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നു. പ്രഭാഷകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ദൈവഭയം. ക്വസ്റ്റ്യൻ നമ്പർ 42. വിജാതീയരായ നിങ്ങൾക്ക് വേണ്ടി ആരെ പ്രതി തടവുകാരനായി തീർന്നിരിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യേശുക്രിസ്തുവിനെ. ക്വസ്റ്റ്യൻ നമ്പർ 43. സാംസൺ എപ്പോൾ വരെ കിടന്നു, പിന്നെ എഴുന്നേറ്റ് പട്ടണപ്പടിപ്പുരയുടെ വാതിൽ കട്ടിളക്കാലോട് കൂടെ പറിച്ചെടുത്ത് തോളിൽ വെച്ച് ഹെബ്രോന്റെ മുൻപിലുള്ള മലമുകളിലേക്ക് പോയി? ന്യായാധിപന്മാർ 16 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, പാതിര വരെ. ക്വസ്റ്റ്യൻ നമ്പർ 44. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ആരെ സ്നേഹിക്കണം? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഭാര്യമാരെ. ക്വസ്റ്റ്യൻ നമ്പർ 45. മിസ്പായിൽ കർത്താവിന്റെ മുൻപാകെ വരാത്തവനെ എന്ത് ചെയ്യണമെന്ന് അവർ ദൃഢപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു? ന്യായാധിപന്മാർ 21 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കൊന്നുകളയണമെന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 46. എന്തിനരികെയുള്ള ബെത്ഫഗെ, ബദാനിയ എന്നീ സ്ഥലങ്ങളെ സമീപിച്ചപ്പോൾ അവൻ 2 ശിഷ്യന്മാരെ ഇപ്രകാരം നിർദ്ദേശിച്ചയച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഒലീവ് മലയ്ക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 47. അക്കാലത്ത് ഇസ്രായേലിൽ ആരില്ലായിരുന്നു? ദാൻ ഗോത്രക്കാർ അധിവസിക്കാൻ അവകാശഭൂമി അന്വേഷിക്കുന്ന കാലമായിരുന്നു അത്. ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, രാജാവ്. ക്വസ്റ്റ്യൻ നമ്പർ 48. അവൻ ഡാഷ് വെച്ച് അനുഗ്രഹിക്കേണ്ടതിന് ശിശുക്കളെ അവൻ്റെ അടുത്ത് അവർ കൊണ്ടുവന്നു. അവൻ്റെ ശിഷ്യന്മാർ ഇത് കണ്ടപ്പോൾ അവരെ ശകാരിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, കൈകൾ. ക്വസ്റ്റ്യൻ നമ്പർ 49. ഇസ്രായേൽ മിസ്പായിലേക്ക് പോയിരിക്കുന്നുവെന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ കേട്ടു. ഇത്ര വലിയ ദുഷ്ടത എങ്ങനെ സംഭവിച്ചുവെന്ന് ഞങ്ങളോട് പറയുക എന്ന് ഇസ്രായേൽ ഡാഷ് ആവശ്യപ്പെട്ടു. ന്യായാധിപന്മാർ 20 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജനം. ക്വസ്റ്റ്യൻ നമ്പർ 50. പങ്കാളിയും സഹയാത്രികനുമായി എന്ത് തീർക്കുക? പ്രഭാഷകൻ 42 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കണക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 51. ആർക്ക് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്നവർ പറഞ്ഞു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, കർത്താവിന്.
ക്വസ്റ്റ്യൻ നമ്പർ 52. അവനോടുകൂടെ താമസിക്കാൻ ലേവിന് സന്തോഷമായി. ആ യുവാവ് അവന് ആരെ പോലെ ആയിരുന്നു? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പുത്രനെ. ക്വസ്റ്റ്യൻ നമ്പർ 53. മിക്ക പറഞ്ഞു, എന്നോടുകൂടി താമസിക്കുക, നീ എനിക്ക് ഒരു പിതാവും ഡാഷ് ആയിരിക്കുക. ഞാൻ നിനക്ക് വർഷം തോറും 10 വെള്ളി നാണയവും വസ്ത്രവും ഭക്ഷണവും നൽകിക്കൊള്ളാം. ന്യായാധിപന്മാർ 17 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പുരോഹിതനും. ക്വസ്റ്റ്യൻ നമ്പർ 54. അത്യുന്നതന്റെ അവിടുത്തെ ഉടമ്പടി അപരാധനെ കുറ്റം വിധിക്കുക. പ്രഭാഷകൻ 42 നിന്ന് വിട്ടുപോയ ഭാഗം ചേർക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നിയമം. ക്വസ്റ്റ്യൻ നമ്പർ 55. മിക്ക പറഞ്ഞു, എന്നോടുകൂടി താമസിക്കുക, നീ എനിക്ക് ഒരു പിതാവും പുരോഹിതനും ആയിരിക്കുക. ഞാൻ നിനക്ക് ഡാഷ് തോറും 10 വെള്ളി നാണയവും വസ്ത്രവും ഭക്ഷണവും നൽകിക്കൊള്ളാം. ന്യായാധിപന്മാർ 17 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വർഷം. ക്വസ്റ്റ്യൻ നമ്പർ 56. യുവതിയുടെ പിതാവ് പറഞ്ഞു, രാത്രി ഇവിടെ കഴിയുക, നിന്റെ ഹൃദയം ഡാഷ് ആകട്ടെ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, സന്തുഷ്ടമാകട്ടെ. ക്വസ്റ്റ്യൻ നമ്പർ 57. ജനത്തിന്റെ എന്ത് മായ്ച്ചു കളയാനാണ് മണ്ണിൽ നിന്ന് സാമുവൽ സ്വരമുയർത്തി പ്രവചിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ദുഷ്ടത. ക്വസ്റ്റ്യൻ നമ്പർ 58. ആരാണ് തന്റെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ക്രിസ്തു. ക്വസ്റ്റ്യൻ നമ്പർ 59. സാംസൺ മാതാപിതാക്കന്മാരോടുകൂടി തിമ്നായിലേക്ക് പോയി. അവിടെ ഒരു മുന്തിരിത്തോപ്പിലെത്തിയപ്പോൾ ഒരു സിംഹക്കുട്ടി അവന്റെ നേരെ എങ്ങനെ വന്നു? ന്യായാധിപന്മാർ 14 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അലറി. ക്വസ്റ്റ്യൻ നമ്പർ 60. എത്ര പ്രവാചകന്മാരുടെ അസ്ഥികൾ കുടീരങ്ങളിൽ നിന്ന് പുനർജീവിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 12 പ്രവാചകന്മാർ. ക്വസ്റ്റ്യൻ നമ്പർ 61. വൃദ്ധൻ അവരെ എവിടെ കൊണ്ടുപോയി കഴുതകൾക്ക് തീറ്റി കൊടുത്തു? അവർ കാല് കഴുകി ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. ന്യായാധിപന്മാർ 19 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, വീട്ടിൽ. ക്വസ്റ്റ്യൻ നമ്പർ 62. ജഫ്ത എത്ര വർഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തി? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 6 വർഷം. ക്വസ്റ്റ്യൻ നമ്പർ 63. കർത്താവിന്റെ ദൂതൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നീ വന്ധ്യയാണ്, നിനക്ക് മക്കളില്ല, നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ ഡാഷ്. ന്യായാധിപന്മാർ 13 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പ്രസവിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 64. അവനെ പോലെ ആരും ജനിച്ചിട്ടില്ല, അവന്റെ അസ്ഥികൾ സൂക്ഷിക്കപ്പെടുന്നു. ആരെക്കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത്? ശരിയായ ഉത്തരം
ഓപ്ഷൻ സി ജോസഫ്. ക്വസ്റ്റ്യൻ നമ്പർ 65. ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എൻ്റെ ഏത് ഭാഗത്തിരിക്കുക? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ വലത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 66. ജഫ്ത ഗിലെയാദിലെ ശ്രേഷ്ഠന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ ഡാഷ് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് അടിച്ചിറക്കുകയും ചെയ്തില്ലേ? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ വെറുക്കുകയും. ക്വസ്റ്റ്യൻ നമ്പർ 67. പ്രാർത്ഥന എന്ന വിഷയത്തിൽ അധിഷ്ഠിതമായി എത്ര ഉപമകൾ ലൂക്ക 18-ാം അധ്യായത്തിൽ ഉണ്ട്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 2. ക്വസ്റ്റ്യൻ നമ്പർ 68. പിതാക്കന്മാരെ നിങ്ങൾ കുട്ടികളിൽ എന്തുളവാക്കരുത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി കോപം. ക്വസ്റ്റ്യൻ നമ്പർ 69. ഗിലെയാദുകാരനായ ആര് ശക്തനായ സേനാനിയായിരുന്നു, പക്ഷേ അവൻ വേശ്യാപുത്രനായിരുന്നു? ഗിലെയാദായിരുന്നു അവൻ്റെ പിതാവ്. ന്യായാധിപന്മാർ 11 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ ജഫ്ത. ക്വസ്റ്റ്യൻ നമ്പർ 70. അഹറോന്റെ തലപ്പാവിൽ സ്വർണം കൊണ്ടുള്ള എന്താണ് അണിയിച്ചിരിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ കിരീടം. ക്വസ്റ്റ്യൻ നമ്പർ 71. ഫിലിസ്ത്യ പ്രഭുക്കന്മാരെല്ലാം അവിടെ ഡാഷ് മേൽത്തട്ടിൽ ഏകദേശം 3000 സ്ത്രീ പുരുഷന്മാർ അഭ്യാസം കണ്ടുകൊണ്ടിരുന്നു. ന്യായാധിപന്മാർ 16 ഇത് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി സന്നിഹിതരായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 72. മിക്ക പണം അമ്മയെ ഏൽപ്പിച്ചപ്പോൾ അവൾ അതിൽ നിന്ന് ഡാഷ് വെള്ളി നാണയങ്ങൾ എടുത്തു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 200 വെള്ളി നാണയങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 73. അവൾ ഭർത്താവിനോട് പറഞ്ഞു, ഒരു ദൈവപുരുഷൻ എൻ്റെ അടുത്ത് വന്നു. അവൻ്റെ മുഖം ഡാഷ് പോലെ പേടിപ്പെടുത്തുന്നതാണ്. എവിടെ നിന്ന് വരുന്നുവെന്ന് അവനോട് ഞാൻ ചോദിച്ചില്ല. അവൻ പേര് പറഞ്ഞതുമില്ല. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ ദൈവദൂതൻ്റേത്. ക്വസ്റ്റ്യൻ നമ്പർ 74. ഇസ്രായേൽ ആര് വീണ്ടും കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്തു? അവിടുന്ന് അവരെ 40 വർഷത്തേക്ക് ഫിലിസ്ത്യരുടെ കൈകളിൽ ഏൽപ്പിച്ചു. ന്യായാധിപന്മാർ 13 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ ജനം. ക്വസ്റ്റ്യൻ നമ്പർ 75. ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തൻ്റെ എന്തനുസരിച്ചാണ് അവിടുന്ന് തൻ്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി അഭീഷ്ടം. ക്വസ്റ്റ്യൻ നമ്പർ 76. അവരിൽ ഒരുവൻ പ്രധാന പുരോഹിതന്റെ സേവകനെ വെട്ടി. അവന്റെ എന്ത് ഛേദിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ വലത് ചെവി. ക്വസ്റ്റ്യൻ നമ്പർ 77. സഭ ക്രിസ്തുവിന് വിധേയായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് എന്തായിരിക്കണം? ശരിയായ ഉത്തരം ഓപ്ഷൻ എ വിധേയരായിരിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 78.
പുരുഷന്മാരെയും സ്ത്രീകളെയും കൊണ്ട് കെട്ടിടം നിറഞ്ഞിരുന്നു. ഫിലിസ്ത്യ പ്രമുഖന്മാരെല്ലാം അവിടെ സന്നിഹിതരായിരുന്നു. ഡാഷ് ഏകദേശം 3000 സ്ത്രീ പുരുഷന്മാർ അഭ്യാസം കണ്ടുകൊണ്ടിരുന്നു. ന്യായാധിപന്മാർ 16 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, മേൽത്തട്ടിൽ. ക്വസ്റ്റ്യൻ നമ്പർ 79. അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തിക്കൊടുക്കുകയില്ലേ? അവിടുന്ന് അതിന് ഡാഷ് വരുത്തുമോ? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, കാലവിളംബം. ക്വസ്റ്റ്യൻ നമ്പർ 80. അക്കാലത്താണ് ആര് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നത്? ന്യായാധിപന്മാർ 11 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അമ്മോന്യർ. ക്വസ്റ്റ്യൻ നമ്പർ 81. പുരുഷന്മാരെയും സ്ത്രീകളെയും കൊണ്ട് എന്ത് നിറഞ്ഞിരുന്നു? ന്യായാധിപന്മാർ 16 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കെട്ടിടം. ക്വസ്റ്റ്യൻ നമ്പർ 82. നന്മ കൈവരിക്കുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനു വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 83. അഹ്റോന്റെ പുത്രന്മാർ ഏതുകൊണ്ട് നിർമ്മിച്ച കാളമാണ് ഊതുകയും ചെയ്തത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ലോഹം കൊണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 84. അവൻ തിരിച്ചു വന്നു മാതാപിതാക്കന്മാരോട് പറഞ്ഞു, തിമ്നായിൽ ഞാനൊരു ഫിലിസ്ത്യ ഡാഷ് കണ്ടുമുട്ടി, അവളെ എനിക്ക് വിവാഹം ചെയ്തു തരണം. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യുവതിയെ. ക്വസ്റ്റ്യൻ നമ്പർ 85. വിജാതീയരുടെ മേൽ അവരുടെ രാജാക്കന്മാർ എന്തടിച്ചേൽപ്പിക്കുന്നു എന്നാണ് യേശു പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ആധിപത്യം. ക്വസ്റ്റ്യൻ നമ്പർ 86. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായ ആരുടെ മുൻപിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പിതാവിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 87. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും എന്തിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ എന്നാണ് പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ആത്മാവിനെ. ക്വസ്റ്റ്യൻ നമ്പർ 88. എന്തിനെ ഭയപ്പെടേണ്ട? പ്രഭാഷകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, മരണവിധിയെ. ക്വസ്റ്റ്യൻ നമ്പർ 89. കുറെ നാളത്തേക്ക് അവൻ അത് ഗൗനിച്ചില്ല. പിന്നീട് അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ഡാഷ് ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദൈവത്തെ. ക്വസ്റ്റ്യൻ നമ്പർ 90. ബേത്ലഹേമിൽ നിന്ന് ഒരു ലേവ്യൻ ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം അന്വേഷിച്ച് മിക്കായുടെ ഭവനത്തിലെത്തി. മിക്ക ആ യുവാവിനോട് എന്ത് ചോദിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, നീ എവിടെ നിന്ന് വരുന്നു? ക്വസ്റ്റ്യൻ നമ്പർ 91.
നമുക്ക് ഓരോരുത്തർക്കും ആരുടെ ദാനത്തിനനുസൃതമായി കൃപ നൽകപ്പെട്ടിരിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ക്രിസ്തുവിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 92. ദൈവത്തെ ഡാഷ് മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഭയപ്പെടുകയോ. ക്വസ്റ്റ്യൻ നമ്പർ 93. ജസ്സയുടെ പുത്രൻ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദാവീദ്. ക്വസ്റ്റ്യൻ നമ്പർ 94. അനന്തരം അവരുടെ സംഘം ഒന്നാകെ എഴുന്നേറ്റ് അവനെ ആരുടെ മുമ്പിലേക്ക് കൊണ്ടുപോയി? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പീലാത്തോസിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 95. പങ്കാളിയും സഹയാത്രികനുമായി കണക്ക് തീർക്കുക, സ്നേഹിതരുടെ എന്ത് വിഭജിക്കുക? പ്രഭാഷകൻ 42 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പിതൃസ്വത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 96. ദൈവത്തിന്റെ ആലയം ശീലോയിലായിരുന്നിടത്തോളം കാലം ആരുണ്ടാക്കിയ കൊത്തുവിഗ്രഹം അവർ അവിടെ പ്രതിഷ്ഠിച്ചു? ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മിക്ക. ക്വസ്റ്റ്യൻ നമ്പർ 97. തങ്ങൾ നീതിമാന്മാരാണ് എന്ന ഡാഷ് തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് അവൻ ഈ ഉപമ പറഞ്ഞു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ധാരണയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 98. ആരാണ് ലജ്ജയും അപമാനവും വരുത്തുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, സ്ത്രീയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 99. എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും ആരുടെ ശിരസിലാണ് അവിടുന്ന് വെച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യാക്കോബിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 100. പൂർവപിതാക്കന്മാരുടെ എന്താണ് ജനതകൾ പ്രഘോഷിക്കും എന്ന് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വിജ്ഞാനം. നന്ദി. വചനവയൽ ഒരുക്കുന്ന 2025 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം വിശുദ്ധ ലൂക്ക 17 മുതൽ 24 വരെയും പ്രഭാഷകൻ 41 മുതൽ 50 വരെയും ന്യായാധിപന്മാർ 11 മുതൽ 21 വരെയും വിശുദ്ധ പൗലോസ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 1 മുതൽ 6 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്.